നാട്ടിലെ ചക്ക സീസൺ കഴിയാനായിട്ടാകുമ്പം അങ്ങനെ അസ്സാമിൽ ചക്ക സീസൺ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കും കിട്ടി ഒരു ചക്ക. ഇത് പറിച്ചത് അഭിതേട്ടനും അമ്പിതേച്ചിയും കൂടിയിട്ടാണ്. അങ്ങനെ അവരാണ് ചക്ക മുറിക്കലും എല്ലാം ഉള്ളത്. ഞാനും അമ്മിനിയും തിന്നാൻ വേണ്ടിയിട്ട് മാത്രം പോകലാന്ന്. കറക്റ്റ് 8 മണിയാകുമ്പോൾ ഞാൻ അടുത്തി. അപ്പോഴേക്ക് ചേച്ചി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായി. അത് ഒന്ന് കാണിച്ച് കൊതിപ്പിച്ചിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടാണ്. പിന്നെ മുറിച്ച് തരാമെന്ന് പറഞ്ഞു സെറ്റായിട്ട്. അപ്പോഴേക്ക് ചേച്ചി പിന്നെ ചക്കയെല്ലാം മുറിച്ച് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അത് പിന്നെ അടുപ്പിലാക്കി. ചക്കയും ചിക്കനുമാണ് കോമ്പിനേഷൻ എന്ന് അഭിതേട്ടൻ പറഞ്ഞുകൊണ്ട് അപ്പന്നെ പോയിട്ട് അവർ ചിക്കനും മേടിച്ചുകൊണ്ട് വന്നിട്ട് കറി വെക്കാൻ കഴിഞ്ഞുട്ടാ. അപ്പോഴേക്ക് ഞങ്ങൾ മിൻറ്റ്ലേമെല്ലാം കുടിച്ചിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ അടുക്കളയിൽ കയറലില്ല. അഭിതേട്ടനുണ്ടെങ്കിൽ ഓറ് മാത്രം ഒറ്റക്കാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യൽ. നമ്മൾ സൈഡിലിരുന്നിട്ട് ഉള്ളി മുറിക്കലോ അങ്ങനത്തെ ചിന്ന ചിന്ന കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ സ്ഥിരം കത്തിയടി കുറേ സമയം വർത്താനം പറയാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ടോപ്പിക്സ്. ഇപ്പോൾ കേരളത്തിൽ പല കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾക്കിടെ ചർച്ച. അങ്ങനെ ഒരു സൈഡ് പിള്ളേർ കളിക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് തല്ലാക്കുന്നുണ്ട്, ഒരുത്തൻ ചൊടിക്കുന്നു, ഒരുത്തി കരിയുന്നു, അങ്ങനെ ഓരോ ഡ്രാമ ഒരു സൈഡ് നടക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഞങ്ങൾ ചിക്കൻ കറിയുടെ റെഡിയായി. അവിയത്തായിട്ട് സൂപ്പർ കുക്കാണ് കേട്ടോ. അവിതേട്ടന് മാത്രമല്ല അമ്പിതേച്ചിയും രണ്ടാളും അടിപൊളി കുക്കാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയെങ്കിൽ എന്തെങ്കിലും ഒന്നാക്കിയിട്ട് നമുക്ക് തിന്നാൻ തരും. അതിനെക്കൊണ്ട് ഞാനും അവനെ അടുത്ത സ്ഥിരം ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ചക്കയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ്. ഞങ്ങൾ നാട്ടിൽ ഇങ്ങനെ ചക്കയും ചിക്കൻ കറിയും കൂട്ടി കഴിക്കലില്ല. മീൻ കറിയെല്ലാം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്യലുണ്ട്, പക്ഷെ സൂപ്പറാണ് കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ചക്കയും ചിക്കൻ.